നമസ്കാരം. നമ്മളുടെ വനിതാ ദിന സ്പെഷ്യൽ വീഡിയോ സെക്കൻഡ് പാർട്ടാണിത്. ആദ്യത്തെ പാർട്ട് പബ്ലിഷ് ചെയ്തിരുന്നു, അത് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിന് ഒരു പാർട്ട് കൊണ്ട് പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് കൂടി പറയുന്നത്. അപ്പം നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ഒരുപാട് ഗുണങ്ങളും ഉണ്ട് നമ്മളുടെ ലൈഫിൽ. സ്ത്രീ ആയതുകൊണ്ടുള്ള ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. അപ്പം ഇപ്പോഴത്തെ ന്യൂജൻ കുട്ടികൾ എന്ന നിലയിൽ ഇവരുടെ അഭിപ്രായം എന്താണ്? സ്ത്രീയായി ജനിച്ചതുകൊണ്ട് ദോഷങ്ങൾ എന്തൊക്കെ, ഗുണങ്ങൾ എന്തൊക്കെ? ഇത് കുറേ ആൾക്കാർക്ക് കോൺട്രഡിക്റ്റിംഗ് ആയിരിക്കും ചിലപ്പം. ബിക്കോസ് നമുക്ക് നമ്മളെ അഭിപ്രായം പറയാമല്ലോ, മറ്റുള്ളവർക്ക് എതിർക്കാം. എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെ, ദോഷങ്ങൾ എന്തൊക്കെയാണ്? ദോഷം ഫസ്റ്റ് തിങ്, സോറി നെഗറ്റീവ് ആയത് തന്നെ പറയുന്നുണ്ട്, പക്ഷേ ദോഷം ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ പീരിയഡ്സ്. ഓണസ്റ്റ്ലി എനിക്ക് ഭയങ്കര പെയിൻഫുൾ പീരിയഡ്സ് ആണ്. സോ എല്ലാ മാസവും ഇത് ഇത്രയും ദിവസം സഹിക്കണമെങ്കിൽ ഈ പ്രീ പീരിയഡ്സ് ഇഷ്യൂസ് ഒക്കെ എനിക്ക് കുറച്ച് വയറുവേദന കൂടുതൽ. ആദ്യം പീരിയഡ്സ് തുടങ്ങുന്നതിന് മുന്നത്തെ എനിക്ക് കുറച്ച് ട്രയൽ ദിവസങ്ങൾ കുറച്ച് വേദന, കുറച്ച് അസ്വസ്ഥതകൾ. പിന്നെ ചില ആൾക്കൊക്കെ ഞാൻ കേട്ടിട്ട് ഛർദ്ദിക്കും, എനിക്ക് വയറിളകാറുണ്ട്. സോ അതൊക്കെ കുറച്ച് വലിയ പണി തന്നെയാണ്. പിന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നല്ല തണുത്ത എ സിയിലൊക്കെ ആയിരിക്കുക. ആ സമയത്ത് നമുക്ക് നമ്മുടെ ബോസിനോട് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ടീം മേറ്റ്സിനോട് വേറെ പറയും ഇന്ന് ഞാൻ കൂടുതൽ വർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ എൻ്റെ ടാർഗറ്റ് മീറ്റ് ആവില്ല. എല്ലാ മാസവും എനിക്ക് 2 ദിവസം 3 ദിവസം പോയി പറയാൻ പറ്റില്ല. അങ്ങനെ പിന്നെ ഇതിപ്പോൾ ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം നമ്മൾ വീട്ടിൽ ഹെൽപ്പ് ചെയ്യുന്ന ചേച്ചിയാണെങ്കിൽ തന്നെ നല്ല ചോക്ക്, അവർ ശരീരം കൊണ്ടാണ് പണിയെടുക്കുന്നത്. ഇരുന്ന് തുടയ്ക്കും അല്ലെങ്കിൽ അടിച്ചുവാരൊക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അവർ മാനേജ് ചെയ്യുന്നുണ്ടാവും നല്ല ചോക്ക്. എത്ര അവർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും വയറ് അമർത്താനും. പിന്നെ ഇത്തരം ചൂടത്ത് അവർ വരിക, നടക്കുക, ശരീരം കൊണ്ട് ജോലി ചെയ്യുക. അപ്പോൾ എത്ര പ്രാവശ്യം അവർ ലീവ് എടുക്കും? എല്ലാ മാസവും 2-3 ദിവസം ലീവ്, ഇപ്പോൾ 4-5 ദിവസം ലീവ് വേനുള്ള ആൾക്കാരാണെന്ന് വെച്ചോ. അപ്പോൾ അവരെങ്ങനെ മാനേജ് ചെയ്യും? അപ്പം മെയിൻ കാര്യം എനിക്ക് ഇത് പീരിയഡ്സ് തന്നെ തോന്നുന്നത്. പിന്നെ കുട്ടികളുണ്ടാവുക, ഡെഫിനറ്റ്ലി ചൈൽഡ് ബർത്ത് ഇസ് ദ മോസ്റ്റ് പെയിൻഫുൾ. നമ്മൾ വരുന്ന മരിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ പറയുന്നത്. പിന്നെ അറ്റ്ലീസ്റ്റ് അതൊക്കെ ഇന്നത്തെ കാലത്ത് ഒരു ചോയ്സ് ആണ്. നിങ്ങൾക്ക് കുട്ടികൾ വേണോ വേണ്ടേ, ഉണ്ടാവണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടോ ഇല്ല, കുറച്ചും കൂടെ പെയിൻലെസ് ബർത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തൊക്കെ വേസ്റ്റ് ട്രൈ ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഇന്ന് നമുക്ക് ആക്സസ് ചെയ്യുന്ന സംഭവമാണ്. സോ അറ്റ്ലീസ്റ്റ് അത്. പക്ഷേ പീരിയഡ്സ് ഇറ്റ്സ് നോട്ട് യുവർ ചോയ്സ്, യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ്. പിന്നെ സേഫ്റ്റി ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഇത്ര അഡ്വാൻസ് കൺട്രിയാണ്, അല്ലെങ്കിൽ നമ്മൾ വേൾഡ് ഇത്രയും പ്രോഗ്രസ് ആവുന്നു, സയൻസ് ഇങ്ങനെ പോകുന്നു, നമ്മൾ സ്പേസിൽ പോകുന്നു, മൂണിൽ പോകുന്നു, മാർസിൽ പോകുന്നു എന്ന് പറയുകയാണെങ്കിലും ഞാൻ ബസ് യാത്ര ചെയ്യാൻ നമുക്ക് സീരിയസ്ലി നമ്മളൊരു വേറൊരു ഡ്രസ്സ് അല്ലെങ്കിൽ സിമ്പിൾ നമ്മളൊരു നോർമലി നല്ല പ്രോപ്പർ ആയിട്ടുള്ള എല്ലാം കവേർഡ് ആയിട്ടുള്ള കുർത്തയിട്ടിട്ട് അല്ലെങ്കിൽ ഒരു ബുർക്കയായിട്ടൊരു പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയാലും നമ്മൾക്ക് ആ മനുഷ്യൻ്റെ മെൻറ്റാലിറ്റിയാണ് വിച്ച് മേക്സ് അസ് ഫീൽ ദാറ്റ് നമ്മളെന്തോ തെറ്റിയിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരു ശരിയല്ല. നമുക്കൊരു കോൺഫിഡൻസ് കുറവ് തോന്നും പെട്ടെന്ന്. നമുക്ക് എന്താ പറയുക, ഞാൻ ചെയ്തതിന് ഡ്രസ്സ് കുറവുണ്ടോ, ഓവർ ടൈറ്റ് ആണോ, നമ്മളെ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യും. സോ ആ ഒരു ഡൗട്ട്, സെൽഫ് ഡൗട്ട് എന്ന് പറയില്ല, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ് റോങ്. ഓണസ്റ്റ്ലി ആണുങ്ങൾക്കും ശരീരമുണ്ട്, പെണ്ണുങ്ങൾക്കും ശരീരമുണ്ട്. എല്ലാവർക്കും പ്രൈവറ്റ് പാർട്സ് ഉണ്ട്. അതെ, പക്ഷേ പെണ്ണുങ്ങളുടെ ശരീരത്തിലേക്ക് എപ്പോഴും മറ്റുള്ളവരുടെ കണ്ണുകൾ എപ്പോഴും പെണ്ണുങ്ങളുടെ ശരീരത്തിലേക്കാണ്. ആണുങ്ങളെ അങ്ങനെ ആരും നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് സ്ത്രീകളെ എന്തോ നമ്മൾ പുറത്തിറങ്ങുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഡ്രസ്സ് ഇട്ട് പോയാൽ പോലും എന്തോ എല്ലാവരും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്വയം നമ്മളെ ഒരു ശരിയല്ലേ, ഞാനത് മോശം ആയിട്ടുണ്ടോ എന്നുള്ളൊരു തോന്നൽ. പക്ഷെ ആ തോന്നൽ ഒരിക്കലും ആണുങ്ങൾക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അവരാരും അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുന്നുമില്ല. നോക്കിയാൽ തന്നെ അവർക്കൊരു ചമ്മലോ അത് ഉണ്ടാവുന്നുമില്ല. മാത്രമല്ല എവിടെയും ട്രാവൽ ചെയ്യണം തന്നെ. ഇപ്പോൾ നമ്മൾ അടുത്തിരിക്കുന്ന ആളാകുമ്പോൾ ഒരു മനുഷ്യന് ഓൾറെഡി ഒരു ആണുങ്ങൾ ഇരിക്കുന്ന ഇടയിൽ നമ്മൾ സൈഡിൽ സെക്കൻഡ് സീറ്റിൽ ഇപ്പോൾ പെണ്ണുങ്ങൾ വന്നിരിക്കുമ്പോൾ അയ്യോ ഇവിടെ ഇരുന്നല്ലോ ഞാൻ അൺകംഫർട്ടബിൾ ആയി എന്നുള്ള വളരെ റെയർ ആണുങ്ങളെ അങ്ങനെ ചിന്തിക്കാറുള്ളൂ. പക്ഷേ മോസ്റ്റ്ലി ഒരു ആണിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പെണ്ണിന് പോയിരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് അല്ലെങ്കിൽ ആ പെണ്ണിരിക്കുന്നതിൻ്റെ ഇടയിൽ ആ സൈഡിൽ ഒരു ആണ് വന്നിരിക്കുകയാണെങ്കിൽ അവൾ ഡെഫിനറ്റ്ലി കംഫർട്ടബിൾ ആവും. നമ്മുടെ സ്കിൻ, ഓണസ്റ്റ്ലി വിമൻ സ്കിൻ അത്രയും സെൻസിറ്റീവ് ആണ്. എന്നുവെച്ചാൽ വേറൊരാളുടെ ടച്ച് നമ്മളല്ലേ ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമല്ലോ. പക്ഷേ അതിലിപ്പോൾ നമ്മൾ വേറൊരാൾ ഒരു ഇൻറ്റൻഷൻ, അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെന്ന് വെച്ചാൽ ഞാനൊന്ന് കോൺഷ്യസ് ആയിട്ട് ഈ പെണ്ണിനെ തൊടുകയാണ്, അല്ലെങ്കിൽ അടുത്തിരിക്കുമ്പോൾ ഒന്ന് തട്ടിയിരിക്കുമ്പോൾ അയാൾ മനസ്സ് അറിഞ്ഞുകൊണ്ടാണ് അത് തൊടുന്നതെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മുടെ സ്കിൻ നമ്മളോട് ഇത് പറയും. കാരണം ഇയാളുടെ ഇൻറ്റൻഷൻ ശരിയല്ല, അല്ലെങ്കിൽ ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ് ബൈ മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ കോൺഷ്യസ് ആയിട്ട് ജീവിക്കുക അങ്ങനെയല്ല കേട്ടോ. ഇന്നത്തെ കാലത്ത് കുട്ടികളൊക്കെ ബാറിൽ പോകുന്നു, ചെറിയ ഡ്രസ്സസ് ഇടുന്നു, അടിച്ചു പൊളിക്കുന്നു, ഫുൾ നമ്മളെ ബോധം പോയിട്ട് അവർ ഈസി ആയിട്ട് സ്ട്രേഞ്ചേഴ്സിൻ്റെ കൂടെ അവിടെയും കറങ്ങാൻ പോകുന്നു, സോളോ ട്രിപ്സ് പോകുന്നു, അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഓവർ സെൻസിറ്റീവ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നുണ്ടാവും. ബട്ട് ഐ റിയലി ഫീൽ ദാറ്റ് എൻ്റെ കോൺസെപ്റ്റ് ഇപ്പോൾ അമ്മ ചോദിച്ചാൽ എന്നെ പറ്റിയാണെങ്കിൽ ഇത് ഒരു വലിയ കൺസേൺ തന്നെയാണ്. സേഫ്റ്റി ഒരു വലിയ കൺസേൺ. കാരണം ഇത്രയും പ്രോഗ്രസ് നമ്മുടെ വേൾഡായിട്ടും ഇപ്പം മൊളസ്റ്റേഷൻ, അസോൾട്ട്സ് അല്ലെങ്കിൽ റേപ്സിൻ്റെ എണ്ണം എടുത്ത് നോക്കിയാൽ വി ക്യാൻ സീ. ഞാൻ പറയുന്നത് എന്താണെന്ന് ഡെഫിനറ്റ്ലി ആണുങ്ങൾക്ക് മനസ്സിലാവും, എത്ര പേരെ മനസ്സിലാവും എന്നുള്ള എനിക്കറിയില്ല. പക്ഷേ എവറി വുമൻ വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇത് നെഗറ്റീവ്. പിന്നെ എന്താ പോസിറ്റീവ്? ഒരു സ്ത്രീയായി ജനിച്ചതുകൊണ്ടുള്ള ഗുണം എനിക്ക് തോന്നുന്നത്
കുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി കുറെ പേർക്ക് എനിക്കില്ലാത്ത ഫീലിംഗ് ആയതുകൊണ്ട് ഞാൻ പറയുന്നത് ഐ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ് ആ ഫീലിംഗ് എന്താണെന്നുള്ളത്. പക്ഷേ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക വിച്ച് എത്ര കൊമ്പനാണെങ്കിലും എന്ത് പൈസക്കാരാണെങ്കിലും ഏത് രാജാവാണെങ്കിലും മെൻ കനോട്ട് ഡു. ഐ തിങ്ക് ഏറ്റവും ബെസ്റ്റ് നമ്മുടെ വേറൊരു ലൈഫിനെ നമ്മളെ ബോഡിയിൽ നിന്ന് നമ്മൾ പുറത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മാജിക്, ഇറ്റ്സ് റിയൽ മാജിക്. അത് നമുക്ക് ചെയ്യാൻ പറ്റും, അത് ബെസ്റ്റ് തിങ്. പിന്നെ കാര്യം നമ്മൾ നാച്ചുറലി ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പുറമെ പെരുമാറുമ്പോൾ ഇപ്പം എൻ്റെ ശബ്ദം ഇത്ര ഹാർഷാണ്, അല്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞാൽ രണ്ടാമതിൽ നല്ല ഇടി കൊടുക്കുന്ന ആളാണ്. പക്ഷെ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, നമ്മളെ ഉള്ളിലൊരു മദർലിനെസ്, ഒരു കാംനെസ്, അല്ലെങ്കിൽ പെട്ടെന്ന് സിറ്റുവേഷനിൽ ഇമോഷണലി അല്ലെങ്കിൽ സെൻസിറ്റീവ്ലി ഒരു കാര്യം ഡീൽ ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് അപ്രോച്ച് അങ്ങനെയായിരിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ സൗന്ദര്യം ഡെഫിനറ്റ്ലി വിമൻ ആണുങ്ങളോട് കമ്പയർ ചെയ്യല്ല കേട്ടോ, അത് അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ ഏത് ജാതി മതമായിക്കോട്ടെ, ഇത് മൂപ്പനായിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് കുർമനായിക്കോട്ടെ, അല്ലെങ്കിൽ മലയാളി ആയിക്കോട്ടെ, ഗുജറാത്തി ആയിക്കോട്ടെ, മറാഠി ആയിക്കോട്ടെ, പുറമേത്തെ കൺട്രീസ് നീഗ്രസ് ആയിക്കോട്ടെ, പക്ഷേ പെണ്ണുങ്ങൾക്ക് ഒരു നാച്ചുറൽ അട്രാക്ഷൻ ഉണ്ട്. അത് പെണ്ണുങ്ങൾ നോക്കുമ്പോഴും നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇതെന്ത് സുന്ദരിയാണ്. എല്ലാ ചെക്കന്മാരും നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറില്ല. പക്ഷേ എത്ര ഭംഗിയില്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിലും അവൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ്, നല്ല സാരി ഉടുക്കുമ്പോൾ, നല്ല മുടി സെറ്റപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സംതിങ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഷീ ഈസ് വെരി അട്രാക്റ്റീവ്. അപ്പോൾ അട്രാക്റ്റീവ്നെസ് ആണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. പക്ഷേ പെട്ടെന്ന് കാര്യങ്ങൾ സോറി കേട്ടോ, പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ, പിന്നെ മൾട്ടി ഫങ്ഷണലായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അമ്മയാവുന്ന നമ്മൾ വർക്ക് ഫ്രോം ചെയ്യുന്ന സമയത്ത് തന്നെ കുഞ്ഞുകുട്ടിക്ക് നമുക്ക് വാവയാണെങ്കിൽ അതിന് പാൽ കൊടുക്കാൻ, വീട്ടിലിപ്പം വേറെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മദറിനോ ഫാദറിനോ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം ഒരുക്കാൻ, ബ്രേക്ക് എടുക്കാൻ, ബോസിനോട് റിപ്പോർട്ട് ചെയ്യാൻ, എന്ന് വെച്ചാൽ ക്വാളിറ്റിയോടെ തന്നെ വർക്ക് ചെയ്യാൻ, ഇത് ഇത്രയും ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല മെൻ ക്യാൻ ഡു. ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസിൽ മെൻ റിയലി ക്യാൻ നോട്ട് ഡു ദാറ്റ് തിങ്. അപ്പം ദാറ്റ് ഈസ് എക്സെപ്ഷണൽ. അത് കമൻറ്റബിൾ, അതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ പറയാനില്ല. പക്ഷേ ഈ അട്രാക്റ്റീവ്, സ്ത്രീകൾ അട്രാക്റ്റീവ് ആണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാവരും അല്ലെങ്കിലും ഏകദേശം ഒരു 95% എന്നാണ് നമുക്ക് പറയാം. അത്രയും സ്ത്രീകൾ എന്തെങ്കിലും തരത്തിലുള്ള സൗന്ദര്യ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. ഒന്നുമില്ലെങ്കിൽ നമ്മളൊരു പൗഡറോ ഒരു പൊട്ടോ ഒരു കൺമഷിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇടുന്ന ആൾക്കാരാണ്. പിന്നെ മുടി ചീകി കെട്ടിവെക്കും, കമ്മലിടും, മാലയിടും, പിന്നെ വളയിടും, അതൊക്കെ ഇടും. ആണുങ്ങളെ സംബന്ധിച്ച് അങ്ങനെ എന്താണുള്ളത്? ഒന്നുമില്ല. അവരൊരു ഡ്രസ്സ് മാത്രമാണ് എടുത്തത്. ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കാലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ മുഖം സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയും പിന്നെ ബ്യൂട്ടി പാർലറുകളൊക്കെ പോകുന്നവരും, പിന്നെ പിരികം ഷേപ്പ് ചെയ്യലും, താടി സെറ്റ് ചെയ്യലും, അങ്ങനെ പല കാര്യങ്ങളും ആണുങ്ങളും ഇന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ പൊതുവെ നോക്കുകയാണെങ്കിൽ അവരൊന്ന് ഇപ്പോൾ കല്യാണത്തിന് പോകുകയാണെങ്കിൽ തന്നെ ഒരു പെണ്ണ് എത്രമാത്രം അണിഞ്ഞൊരുങ്ങിയിട്ടാണ് വരുന്നത്. അതിനുവേണ്ടി ഒരു ബ്യൂട്ടീഷ്യൻ തലേന്ന് രാത്രി മുതൽ അവിടെ വന്ന് അവളുടെ കയ്യിൽ മൈലാഞ്ചിരൽ മുതൽ സ്റ്റാർട്ട് ചെയ്യലായി. പിന്നെ അണിഞ്ഞൊരുങ്ങിയതായിട്ട് ആഭരണങ്ങളും സാരിയും, പിന്നെ പറയേണ്ട, അങ്ങനെ നമുക്ക് പറഞ്ഞാൽ പറ്റാത്തത്ര അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഒരു വധു കല്യാണ മണ്ഡപത്തിലെത്തുന്നത്. പക്ഷേ ആ വരുന്ന പയ്യൻ എന്ന് പറയുന്നത് സാധാരണ ഒരു വെള്ള, അതും എന്തെങ്കിലും കളർഫുൾ ആണെങ്കിൽ അത്രയെങ്കിലും ഉണ്ടായിരുന്നു. അത് അതുപോലും ഇല്ലാതെ ഒരു വെള്ള ഷർട്ടും ഒരു വെള്ള മുണ്ടും എടുത്ത് വന്നിട്ട് മുഖത്ത് യാതൊരു മേക്കപ്പും ഇല്ല. ഇന്നത്തെ കാലമല്ല, ഇപ്പോഴത്തേതല്ല ടൈം പറയുന്നത്, പൊതുവെയുള്ള കാര്യം പറയാണ്. അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറയും ആ ചെക്കനെ പെണ്ണിന് യോജിക്കുമോ അല്ലെങ്കിൽ പെണ്ണിന് വരണ വധുവിന് യോജിക്കുമോ എന്ന് കമ്പയർ ചെയ്യാൻ എങ്ങനെ പറ്റും? കാരണം വെച്ചാൽ ഈ പെണ്ണിന് ഇനി അതിൽ കൂടുതൽ മേക്കപ്പ് ഇല്ല. അത്രയും മേക്കപ്പ് ചെയ്തിട്ടാണ് ആ പെൺകുട്ടി വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം എൻ്റെ വീട്ടിലാൽ തന്നെ വെച്ചോ, മോൻ എന്ന് പറഞ്ഞാൽ മുഖത്ത് ഒന്നും ചെയ്യാറില്ല. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പം രാവിലെ കുളിച്ച് കഴിഞ്ഞാൽ പൗഡറും കൺമഷിയും പൊട്ടും ഒക്കെ എന്തായാലും തൊടും. പിന്നെ കമ്മലിടുന്നുണ്ട്, മാല ഇടുന്നുണ്ട്, വളയിടുന്നുണ്ട്. അത് നമ്മൾ എല്ലാ ദിവസവും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഇവരെ കയ്യിൽ എന്തുണ്ട്, കഴുത്തിൽ അങ്ങനെയൊന്നുമില്ലോ. അപ്പോൾ അവരും അതുപോലെ ചെയ്യാമെങ്കിൽ ഒരുപക്ഷെ നമ്മളെക്കാളും സുന്ദരന്മാരായിരിക്കില്ലേ? അങ്ങനെ പറയാം. കാരണം അങ്ങനെ പറയും, ബൈ സ്റ്റഡീസ് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന ആൾക്കാർ പറയും, നമ്മൾ ഹ്യൂമൻ മാത്രമാണ് പെണ്ണുങ്ങൾ കൂടുതൽ സൗന്ദര്യം. ഇപ്പൊ നമ്മള് പൂവൻകോഴി അല്ലെങ്കിൽ മയില്, അങ്ങനെ പല ഇത് നോക്കുകയാണെങ്കിലും ആണുങ്ങൾക്കാണ് സൗന്ദര്യം. അതെ, ലയൺ ആണെങ്കിലും ഒക്കെ തന്നെ ആണുങ്ങൾക്കാണ് കൂടുതൽ സൗന്ദര്യവും അല്ലെങ്കിൽ ലുക്ക്, പേഴ്സണാലിറ്റി അതൊക്കെ ഉള്ളത്. നമ്മൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് ഈ മേക്കപ്പ് കൊണ്ട് തന്നെയാണ് ശരിക്കും. ആണുങ്ങൾക്ക് സൗന്ദര്യം ഇല്ലാണ്ടൊന്നുമില്ല, അവർക്ക് സൗന്ദര്യമുണ്ട്. പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾ ഒരുപാട് മേക്കപ്പ് ചെയ്ത് എക്സ്ട്രാ ആക്കുന്നതുകൊണ്ട് സ്ത്രീകളാണ് സുന്ദരികൾ എന്നൊരു ധാരണ നമ്മൾക്കും പുരുഷന്മാരും അത് അംഗീകരിച്ച് തരുന്നുണ്ട്. നമുക്ക് പെണ്ണുങ്ങളാണ് സുന്ദരികൾ എന്നുള്ള അതില്ലേ? അതുണ്ട്, അത് ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മളുടെ വനിതാ ദിനത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്ന് രാവിലെ വാർത്തയിൽ വനിതാ ദിന ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് വാർത്തയിൽ പറഞ്ഞതിന് ശേഷം ആദ്യം പിന്നെ പറഞ്ഞ ഒരു വാർത്തയായിരുന്നു. ഇന്ന് ട്രെയിനിൽ വെച്ച് ഒരു സ്ത്രീ ഏതോ ഒരു സെക്ഷൽ ഏതോ ഒരാൾ അവരോട് മോശമായിട്ട് പെരുമാറാൻ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്ത ഉടനെ, അത് കഴിഞ്ഞ ഉടനെ തന്നെ വനിതാ ദിന ആശംസകൾ എന്ന് പറഞ്ഞ ഉടനെ തന്നെ നെക്സ്റ്റ് വാർത്ത അതായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം എന്ന് വെച്ചാൽ ഈ 2026 പോലും നമ്മൾ ട്രെയിനിൽ പോയി, അത് ഒറ്റയ്ക്കൊരു സ്ത്രീ എവിടെയോ പോകില്ല, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒഴിഞ്ഞ കമ്പാർട്ട്മെൻറ്റിൽ ഒരു സ്ത്രീ സ്വന്തം ഇരിക്കുമ്പോൾ അവിടെ ഒരു പുരുഷൻ ആ സ്ത്രീയോട് മോശമായിട്ട് പെരുമാറാൻ ധൈര്യപ്പെടുന്നു. അപ്പോൾ ഒരു സ്ത്രീ അവിടെ പോലും സേഫായിട്ട് യാത്ര ചെയ്യണമെങ്കിൽ പോലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ, അത് പകൽ സമയത്തും
സേഫ് അല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ 2026 നമ്മൾ വനിതാ ദിന ആശംസകൾ പറയുന്നതിൽ എന്താണ് കാര്യമുള്ളത്? നമ്മൾ ഒട്ടും സേഫ് അല്ലാത്ത ഒരു കാലത്ത് കൂടെ അല്ലേ കടന്നു പോകുന്നത്. സ്ത്രീകൾ പോട്ടെ, നമ്മൾ കുഞ്ഞി വാവകൾ, 2-3 വയസ്സുള്ള നമ്മളുടെ പെൺകുട്ടികൾ, ചെറിയ പെൺകുട്ടികൾ പോലും ഇന്നത്തെ കാലത്ത് സേഫ് അല്ല. അപ്പം പണ്ടത്തെ കാലത്ത് നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഇപ്പോൾ നമ്മൾ എവിടെയും പുറത്ത് പോകുകയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ നോക്കി മോളെ നോക്കണം, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അരമണിക്കൂർ നേരത്തേക്ക് കുട്ടീനെ അപ്പുറത്തെ വീട്ടിലാക്കുമ്പോൾ ആ വീട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഒരു 45-50 വയസ്സുള്ള ഒരാളുണ്ടെങ്കിൽ ഒരു അങ്കിൾ അവിടെ ഉണ്ട്, നമുക്ക് സേഫായിട്ട് അവിടെ ആക്കി പോകാം എന്ന് നമ്മൾ വിചാരിക്കുന്നത് അടുത്ത് ഇന്ന് ആ 2 വയസ്സുള്ള 3 വയസ്സുള്ള കുട്ടീനെ ഉപദ്രവിക്കുന്ന ആൾ ആ അങ്കിൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ സേഫായിട്ട് പെൺകുട്ടികളൊക്കെ വളർത്തി കൊണ്ടുവരിക? അപ്പോൾ നമ്മൾ പെൺകുട്ടികൾ ഇനിയത്തെ തലമുറയിൽ ജനിക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം വെച്ചാൽ അവരെ നമുക്ക് സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതിനൊരു നടപടിയും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. നമ്മൾ ഇത്രയും പറയുന്നത് സയൻസ് ഇത്ര അഡ്വാൻസ് ആയി, മെഡിക്കലി നമ്മൾ ഇത്രയും ഫോർവേഡാണ്. എന്താ പറയുക, ആൾക്കാർ സ്പേസ് പോകുന്നു. ഇപ്പം സുനിത വില്യംസ് നമ്മുടെ ലേറ്റസ്റ്റ് എക്സാമ്പിൾ, സ്പേസിൽ പോയിട്ട് മുകളിൽ അവർ എക്സ്പെരിമെന്റ് ചെയ്ത് സ്പേസിൽ ഇത്രയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയോ ആണുങ്ങളെ കൂട്ടത്തിൽ ഷി വാസ് ഓൺലി വൺ വുമൻ, അതും ഒരു ഇന്ത്യനാണ് പാർഷ്യലി എന്നുള്ള നമുക്കൊരു അഭിമാനം കൂടെ ഉണ്ട്. ബട്ട് ഹൂ നോസ് യുനോ, അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ അത്രയും അഡ്വാൻസ് ആയിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് പോലും ഒരു നോർമൽ വുമൺ എന്ന് പറയുന്ന സമയത്ത് ഷീ നോട്ട് സേഫ്. നമ്മുടെ റോഡിലും നമ്മൾ സേഫ് അല്ല. നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് പണ്ട് അങ്ങനെയെന്ന് പറയുന്നത്, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്തിരിക്കുന്ന ആരാണെന്ന് നമുക്കറിയില്ല, സ്ട്രേഞ്ചേഴ്സ് ആയിരിക്കും. സോ നമ്മൾ സേഫ് അല്ല. അങ്ങനെ പെണ്ണുങ്ങളുടെ സീറ്റിൽ ആണുങ്ങൾ ഇരിക്കില്ലല്ലോ നമ്മുടെ നാട്ടിലൊന്നും, അങ്ങനെയില്ല, ഇരിക്കില്ലെന്നു. പിന്നെ പെണ്ണുങ്ങൾ നിന്നിട്ട് അങ്ങനെ ട്രാവൽ ചെയ്യാനൊക്കെ കുറെ നിങ്ങളൊക്കെ ടൈമിൽ വന്നതുകൊണ്ട് പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ലേക്കും. അവർ മോസ്റ്റ്ലി ഇരുന്നിട്ട് തന്നെയായിരിക്കും പോവാം. ബസ്സിൽ അങ്ങനെ തൂങ്ങി നിൽക്കാനും അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ സേഫ് അല്ലാത്ത സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ വേറെ പുറത്തത്തെ ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മളാണെങ്കിലും നമ്മളെ അച്ഛനും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആൾക്കാർ നമ്മൾ ദ്രോഹിക്കുകയാണെങ്കിൽ നോ പോയിന്റ്. വേറെ ആൾക്കാരോട് നമ്മളൊന്നും പറയാനില്ല. പണ്ടുള്ളവർ പറയുമ്പോൾ കലിയുഗം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനി ഒരു കലിയുഗത്തിലേക്ക് എത്തും. നമ്മൾ ഇന്നത്തെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ് കലിയുഗം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തും എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇപ്പം ആ കലിയുഗം എന്നൊരു അവസ്ഥയിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം എന്താണ് പാടില്ലാത്തത് എന്നുള്ളത് വെച്ചാൽ അതിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് ഇന്നത്തെ സ്ത്രീകൾ, കുട്ടികൾ, പെൺവർഗം എന്ന് തന്നെ പറയാം. അവരെവിടെയും സേഫല്ല. ഒരു 70-75 വയസ്സുള്ള ഒരു അമ്മൂമ്മ തന്നെ പറയാം നമുക്ക്. ആ അമ്മൂമ്മ പോലും പിന്നെ ആക്രമിക്കപ്പെടുകയാണ്. ആരാലെന്ന് വെച്ചാൽ ചെറുപ്പക്കാരനെ 20 സംതിങ് വയസ്സുള്ള ചെറുക്കന്മാർ അവരെ ഉപദ്രവിക്കും. അപ്പോൾ ആ ഒരു 70-75 വയസ്സുള്ള ഒരു സ്ത്രീനെ കാണുമ്പോൾ ഈ ഒരു ചെറുപ്പക്കാരന് 20-25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് എന്ത് ഫീലിങ്സാണ് ഉണ്ടാവുക? എൻ്റെ അമ്മൂമ്മയാണ് അല്ലെങ്കിൽ മുത്തശ്ശിയാണെന്ന് തോന്നലല്ലേ ഉണ്ടാവേണ്ടത്. ആ അമ്മൂമ്മേനെ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സ്ത്രീയാണെന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. 1-2 മാസമുള്ള കുട്ടീനെ കാണുമ്പോൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ആക്ച്വലി അതൊരു 1-2 മാസമുള്ള അല്ലെങ്കിൽ 6 മാസമുള്ള ഒരു പെൺകുട്ടി കുഞ്ഞു വാവനെ കാണുമ്പോൾ ഒരു 40-45-50 വയസ്സുള്ള ഒരാണിന് വേറെ തരത്തിലുള്ളൊരു വികാരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അയാളൊരു മനുഷ്യനാണോ, ഒരു മൃഗം തന്നെ? ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് മൃഗം കുറച്ച് ഭേദമാണെന്ന് തോന്നുന്നു. പണ്ടത്തെ പോലെ മൃഗങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക, നന്ദിയോ അല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടി പണ്ട് പറയും നായകളും പൂച്ചകളെ പോലെയാണ്. സ്വന്തം മക്കൾ തന്നെ ഒരു പ്രായം വലുതായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറയുന്നില്ലേ, അതേ അവസ്ഥയിൽ കൂടെയാണ് നമ്മളുടെ മനുഷ്യജന്മം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു കലികാലത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയും. ബുദ്ധിയും ബോധവും എഡ്യൂക്കേഷനും ഒക്കെ ഉണ്ടായിട്ടും നമ്മൾ സിവിലൈസ്ഡ് ആണെന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ എന്താ പറയുക, നമുക്കറിയാം എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമ്മൾ പറയില്ലേ, നമ്മളെ എന്താ പറയുക, എന്താ പറയുക, വല്യമ്മേന്റെ മക്കളെ നമ്മൾ കല്യാണം കഴിക്കില്ല അങ്ങനെയൊക്കെ പറയുന്നത്. നമ്മൾക്ക് സിസ്റ്റർ ബ്രദറിന്റെ സെൻസ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും. അവര് തന്നെ നമ്മുടെ സ്വന്തം ബ്രദേഴ്സ് ആയിട്ട് കണക്കാക്കേണ്ട ആൾക്കാരാണ്, സിസ്റ്റേഴ്സ് ആയിട്ട് കണക്കാക്കേണ്ട ആൾക്കാർ. നമ്മൾ പറയുന്നത് നമ്മുടെ സ്വന്തം പെങ്ങളെ, നമ്മുടെ സ്വന്തം അമ്മേനെയും അല്ലെങ്കിൽ ഞാൻ ജനിപ്പിച്ച എന്റെ കുട്ടീനെ സേഫ് ആയിട്ട് വെക്കണം എന്ന് അച്ഛന്മാർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് വേറെ ഒരാളോട് നമുക്ക് കംപ്ലൈന്റ് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ഇതിനോട് തന്നെ നമ്മൾ ലോകം അവസാനിച്ച് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി എല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു സമൂഹം ഇനി വരും എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല. കാരണം മോശമായി വരികയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള തലമുറകളിൽ ഒന്നും പെൺകുട്ടികളൊന്നും ജനിക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമല്ല, അവർക്ക് സേഫ്റ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇത് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, കാരണം പക്ഷെ അങ്ങനെ ശിക്ഷ കൊടുക്കാത്തതുകൊണ്ടാണ് അതിന് 100%. കാരണം വെച്ചാൽ നമുക്ക് പേടിയുണ്ട്, നമ്മൾ ഫൈനുണ്ട്, നമ്മൾ ജയിലിൽ പോകുന്നതിനെക്കാട്ടും നമ്മുടെ അറബി നാടുകൾ കാണുന്നില്ലേ. യെസ്, എക്സാക്ട്ലി. അവിടെ ഡയറക്ട്ലി നമ്മൾ പബ്ലിക്കലി നല്ലോണം പലിശ വേദന വന്ന രീതിയിൽ അവനെ കൈകൊണ്ടലാണ്. എക്സാക്ട്ലി. ആ ഒരു റൂൾ ഒരു പ്രാവശ്യം ഇന്ത്യയിൽ സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം ഡാം ഷുവർ ഈ പെർസെന്റേജ് വിൽ ഫോൾ ലൈക്ക് ദിസ്. അതിന് നമുക്ക് എന്താ പറയുക, ഡൗട്ട് അല്ലെങ്കിൽ നമ്മൾ വെക്കില്ലേ.
എന്താ പറയുക ഇങ്ങനെ സംഭവിക്കുമോ, നമ്മളെങ്ങനെ ട്രൈ ചെയ്യും. അപ്പം നമ്മൾ പറയുന്നത് നമ്മൾ ഇന്ത്യൻ ലോസ് ആർ വെരി കൂൾ, എന്താ പറയുക ആൾക്കാരെ അങ്ങനെ ദ്രോഹിക്കാൻ നമുക്ക് പറ്റില്ല. നോ, ദ്രോഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പം പെണ്ണുങ്ങൾ ദ്രോഹിക്കുന്നത് നമ്മൾ മനുഷ്യന്മാരല്ലേ. അപ്പം നമ്മുടെ റൈറ്റ്സ് എവിടെ? ആണുങ്ങളും നമ്മളെ മാനം കൊണ്ടുവന്നിട്ട് ഇറ്റ്സ് ഓക്കെ. എന്നിട്ട് നമ്മൾ പറയും ഭാരത് മാത എന്ന് പറയും. അമ്മേനെ തിരിച്ചു പറയാൻ പറ്റാത്ത കാലം എത്തിക്കഴിയുമ്പോൾ ഒരു റൂൾ ഉണ്ടാക്കിയിട്ട് നല്ലൊരു പണിഷ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നെ അതിന് ശേഷം ഒരു ഇഷ്യൂ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പക്ഷെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. കാരണം എന്താണ് റെസ്ട്രിക്ഷൻ? നമുക്ക് എന്താണ് പ്രശ്നം? ആരാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്? ഐ മീൻ ദർ ഇസ് നോ, ആ പ്രശ്നം ഇതുവരെ ആൻസർ ഇല്ല എന്നുള്ളതാണ്. പല പല റൂളുകളും മാറി വരുന്നുണ്ട്. പണ്ടുള്ള റൂളല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ആയിട്ട് ഇന്ന് റൂളുകൾ പലതും വരുന്നുണ്ട്. പിന്നെ അത് നല്ല കാര്യത്തിന് വേണ്ടി പല റൂളുകളും വരുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റൂള് വരുന്നില്ല എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ ഇത്രയും വർഷങ്ങൾ ജീവിച്ചത് വെച്ച് നോക്കുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ പെണ്ണുങ്ങൾ കുറേ കാര്യങ്ങൾക്ക് മുമ്പിലേക്ക് പോയി എന്ന് നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ പറയും. നമ്മൾ ചന്ദ്രനിൽ വരെ എത്തി, അത് ചെയ്ത് ഇത് സ്ത്രീകൾ ഇന്ന് എല്ലാ മേഖലകളിലും എത്തി. ട്രെയിൻ ഓടിക്കുന്നു, ബസ് ഓടിക്കുന്നു, പിന്നെ പട്ടാളത്തിൽ പോലീസ്, അങ്ങനെ എല്ലാ രംഗങ്ങളിലും സ്ത്രീകൾ വന്നു എന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമെങ്കിലും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒട്ടും സേഫ് അല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ സ്ത്രീകൾ എവിടെയും എത്തിയിട്ടില്ല, കണ്ടിടുന്നതിനേക്കാൾ നമ്മൾ അഷെയിംഡ് ആയിരിക്കണം. കാരണം നമ്മളെ ജനിപ്പിക്കുന്ന ആളെ നമുക്ക് സേഫ് ആയിട്ട് വെക്കാൻ പറ്റത്തില്ലെങ്കിൽ there's no point. ഇത്രയും ടെക്നോളജി മുന്നോട്ട് വേണ്ടി നമ്മൾ എന്താക്കണം? ഇനി എർത്ത് നമുക്ക് മൂന്ന് പോകണം, മൂന്ന് നമുക്ക് മാർസ് പോകണം. വാട്ട്സ് ദ പോയിന്റ്? നമ്മൾ ഈ അവിടെ സ്ഥലം വാങ്ങി എല്ലാവരും അവിടെ താമസിക്കാൻ പോകുന്നതാണ് ഇപ്പം പറയുന്നത്. വെച്ചാൽ ചന്ദ്രനിലും ചൊവ്വയിലൊക്കെ സ്ഥലം വാങ്ങിയിട്ടുണ്ട് ആൾക്കാരൊക്കെ, എല്ലാവരും താമസം അങ്ങോട്ട് മാറ്റാൻ പോകാമെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അത്രയും ഡെവലപ്പായ നമ്മൾക്ക് സുരക്ഷ, സ്ത്രീകൾ എന്നുള്ളത് നമ്മൾ ഒട്ടും സുരക്ഷിതരല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ ഒട്ടും പുരോഗതിയിലേക്ക് പോയിട്ടില്ല. നമ്മൾ താഴോട്ട് പണ്ട് പിന്നെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരു റെസ്പെക്റ്റെങ്കിലും ഉണ്ടായിരുന്നു. കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കെങ്കിലും ഒരു അമ്മേനെ കുറച്ച് പ്രായമുള്ള ഒരു അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബഹുമാനത്തോടെ അമ്മയാണെന്ന് അവിടെ ഇരുന്നോട്ടെ, അങ്ങനെ ഒരു ആണുങ്ങൾ ബഹുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ മോളെ വിളിച്ച് വേഗം മടിയിലിരുത്തിയാൽ ഇപ്പം മടിയിലിരുത്തുന്നതിനൊക്കെ ഉദ്ദേശങ്ങൾ പലതുമാണ്. നമുക്ക് ശരിക്കും ആ ആൾക്കാർക്ക് അത്രയും കൺട്രോൾ വിട്ടു പോകുന്ന അത്രയും സൗന്ദര്യം, അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിങ്, അങ്ങനെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ അവർക്ക് അത് തോന്നുന്നുണ്ടെന്നുള്ളൂ. ഇന്ന് തന്നെ ആ ഫീലിങ്ങിന് ഒരു ഡെഫിനേഷൻ ഇല്ല. ഇന്ന് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടും കണ്ടുപിടിച്ചിട്ടാണ് അങ്ങനെ തോന്നലുകൾ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നതെങ്കിലും അങ്ങനെയല്ല. സാധാരണ ആളുകൾക്ക് തന്നെയില്ലേ എന്തോ സ്ത്രീ എന്ന് പറയുമ്പോൾ ഒരു മോശപ്പെട്ട വികാരം മാത്രമേ അവരുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ, അല്ലാതെ ഒരു നല്ല പവിത്രമായ ചിന്താഗതി ഉണ്ടാവുന്നേ ഇല്ല എന്നുള്ളൊരു ഇതിലേക്ക് പോയ സ്ഥിതിക്ക് നമ്മളെ വേൾഡ് ഇനി വനിതാ ദിന ആശംസകൾ വെറുതെ പറയുക മാത്രമല്ല, അതിന് വേണ്ടിയിട്ടുള്ള തക്കതായിട്ടുള്ള എന്തെങ്കിലും റൂൾസ് നമുക്ക് ഇവിടെ നടപ്പിൽ വരുത്തുന്നത് കണ്ടാൽ മാത്രമേ നമ്മൾ സ്ത്രീകൾക്ക് അതിനൊരു അല്ലാണ്ട് വെറുതെ ഇപ്പം ഫേസ്ബുക്ക് കൂടിയും വാട്സപ്പ് കൂടിയും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗ് പറയുന്നതിന് പകരം വനിതാ ദിന ആശംസകൾ എന്ന് പറയുന്നു. ടി വി രാവിലെ തുറന്നപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് വനിതാ ദിന ആശംസകൾ പറയും, എന്തോ ആൽബം പുറത്തിറക്കി, പാട്ട് ഉണ്ടാക്കി. അതുകൊണ്ട് എന്ത് കാര്യം? അതല്ലല്ലോ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഫസ്റ്റ് ഒറ്റ കാര്യം വേണ്ട, നമ്മൾ എന്താ പറയുക, ജോലി വൈസൊന്നും പുരോഗതിയിലേക്ക് പോയില്ല. ഈക്വൽ സേഫ്റ്റി വേണം. ഫസ്റ്റ് തിങ് നമുക്ക് സേഫ്റ്റി വേണം. കാരണം നമ്മളെ ആരും ഉപദ്രവിക്കില്ല. നമ്മൾ ഏത് സമയത്ത് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാലും നമ്മളെ ഒരാളും നമ്മുടെ സമ്മതം ഇല്ലാതെ ഒരാളും നമ്മളെ ഉപദ്രവിക്കില്ല എന്നുള്ള ഒരു സേഫ്റ്റി ഉണ്ടാകത്തോളം കാലം വനിതാ ദിനം എന്ന് പറയുന്നത് വെറും ഫേക്കായിട്ടുള്ള ഒരു ആശംസ മാത്രമാണെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. 100% ഞാൻ അഗ്രി. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയില്ല. ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ അടുത്ത പാട്ട് എടുക്കുന്നില്ല, 2 പാട്ടിൽ നിർത്താം. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻ്റായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. സ്ത്രീകൾ പ്രത്യേകിച്ചും കമൻ്റ് എഴുതണം, എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞ അതിനോട് യോജിക്കുന്നുണ്ടോ, അല്ല നിങ്ങൾക്ക് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻ്റായി എഴുതണം. ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ നല്ലതല്ലേ, നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വനിതാ ദിനം ഇവിടെ നിർത്തുന്നു. നമ്മൾക്ക് ഒക്കെ എന്തെങ്കിലും പുരോഗമനപരമായ സേഫ്റ്റി കാര്യങ്ങളിൽ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി